രക്ഷയില്ലാത്തൊരു ട്രെയിലറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് നമുക്കത് വേണ്ടി ലോഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ജയേട്ടനാണ്. താങ്ക് യു സോ മച്ച് ജയേട്ട. പോയിട്ട് ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ആദർശിക്ക, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒന്ന് സ്റ്റേജിലേക്ക്. വേണ്ട, ഇല്ല, ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് ജയേട്ടൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഇപ്പോൾ ചേട്ടാ. ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക് കൊണ്ട് പറഞ്ഞ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. നീ എന്തൊരു കളറാടാ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്താൽ മതി എന്ന്. കാരണം അതൊരു ടൈമിങ് അവിടെ ഉണ്ട്. ഞാൻ വിശ്വസിച്ചത് ഇത് വെച്ചിട്ട് എങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആദ്യം തന്നെ നാഷിക അതിഗംഭീരമായിട്ടുള്ള ട്രെയിലർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാലോ, ഒരു ട്രെയിലർ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഓടുമോ ഓടില്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമല്ലോ, സ്നേഹം കാര്യങ്ങളൊക്കെ അത് വേറെ. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ തോന്നുന്നൊരു സിനിമയാണ്. സന്തോഷം. താങ്ക് യു. എത്രയോ കൊല്ലമായിട്ട് എനിക്ക് നാദർഷിക്ക എന്ന് പറയുന്നത്, ഞാൻ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല, കാരണം ഒരുപാട് ഇതുപോലെ ചാനലുകളിലും ഇതുപോലത്തെ വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. സിനിമ മിമിക്രി എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യനാണ്. ആ വ്യക്തി അമർ അക്ബർ ആന്റണിയായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇക്കടെ യാത്രയിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഈശോ എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി. നാദർഷിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, റിതം അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് പടം